ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ജിൽബാബിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. മീഡിയം സൈസിലുള്ള ജിൽബാബാണ് കേട്ടോ ഇന്ന് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ബാക്ക് പീസ് 70 ഇഞ്ചസ് ആണ് കട്ട് ചെയ്തത്. ഓക്കെ, നമ്മൾ ഫ്രീ സൈസിലാണെങ്കിൽ 80 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. മീഡിയം സൈസ് വരുമ്പോൾ 17 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വിഡ്ത്ത് കുറയ്ക്കണം. അപ്പോൾ 17 ഇഞ്ചസ് കട്ട് ചെയ്തു. ഇനി നമുക്ക് വിഡ്ത്ത് എങ്ങനെ കുറയ്ക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ 5 ഇഞ്ചസ് ആണ് കേട്ടോ കുറയ്ക്കുന്നത്. നിങ്ങളുടെ കസ്റ്റമറിനോട് ചോദിക്കണം വിഡ്ത്ത് കുറയ്ക്കണം വേണ്ടതെന്ന്. ഒരുപാട് വണ്ണമുള്ളവർക്കാണെങ്കിൽ നമുക്ക് വിഡ്ത്ത് കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് മെലിഞ്ഞിട്ടുള്ളവർക്ക് നമുക്ക് വിഡ്ത്ത് ഒന്ന് കുറച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 5 ഇഞ്ചസ് ആണ് കുറയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ആളിൻ്റെ സൈസ് അനുസരിച്ച് വേണം. നമുക്ക് വേണമെങ്കിൽ 3 ഇഞ്ചസ് കുറയ്ക്കാം, 4 ഇഞ്ചസ് കുറയ്ക്കാം, 5 ഇഞ്ചസ് കുറയ്ക്കാം. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കുറച്ച് കൊടുക്കാം. ഓക്കെ, എന്നോട് കസ്റ്റമർ ലെങ്തും വിഡ്ത്തും കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ കുറച്ചത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഒരു 145 150 ഹൈറ്റുള്ള ഒരാളിൻ്റെ മെഷർമെൻറ്റാണ് കേട്ടോ. എൻ്റെ സൈസ് എന്ന് വെച്ചാൽ 160 എബോവ് ആണ്. അപ്പോൾ 160 എബോവ് ആണെങ്കിൽ നമ്മൾ ഫ്രീ സൈസ് തന്നെ എടുക്കണം. 150ക്ക് താഴെ ആണെങ്കിൽ നമ്മൾ ഈ മീഡിയം സൈസ് മതിയാവും. ഓക്കെ, ഹൈറ്റ് 150ക്ക് താഴെ ആണെങ്കിൽ മീഡിയം സൈസ് മതി. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസ് നമ്മൾ ഫ്രീ സൈസിന് 60 ഇഞ്ചസ് ആണല്ലോ എടുക്കുന്നത്. ഇതിൽ നമ്മൾ 50 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഫ്രണ്ടും ബാക്കും 10 ഇഞ്ചസ് വെച്ച് കുറച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതുപോലെ വിഡ്ത്ത് നമ്മൾ രണ്ട് പോർഷനിലും ഫ്രണ്ടിലും ബാക്കിലും 5 ഇഞ്ചസ് വിഡ്ത്ത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഓക്കെ, 12 to 15 വയസ്സുള്ള കുട്ടികൾക്കും ഈ ഒരു സൈസ് അളവായിരിക്കും. പിന്നെ സൈസ് നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റാം. ഇപ്പോൾ ലെങ്ത് കൂട്ടാം കുറയ്ക്കാം, അതുപോലെ വിഡ്ത്തും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ഈ കാണിക്കുന്ന സൈസ് ഈ ഒരു ഏജിലുള്ള കുട്ടികൾക്കും കറക്റ്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ ലെങ്തൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് 70 ഇഞ്ചസ് കറക്റ്റ് 50 ഇഞ്ചസ് തന്നെ എടുക്കരുത്. ഒരു 2 ഇഞ്ചസ് നമ്മൾ എക്സ്ട്രാ കൊടുക്കണം, അലവൻസ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, നമ്മൾ ബോട്ടം പോർഷനിൽ മടക്കി അടിക്കുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ജോയിൻ ചെയ്യുന്ന പീസിലൊക്കെ ജോയിൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അലവൻസ് ആയിട്ട് ഒരു 2 ഇഞ്ചസ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കി വരുന്ന പീസ് ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡാക്കി ഇടാം. ഇനി നമുക്കിതിൻ്റെ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 9 ഇഞ്ചസ് ആണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ ഫ്രീ സൈസിന് 10 ഇഞ്ചസ് ആണല്ലോ എടുക്കുന്നത്. ഇവിടെ 9 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 18 ഇഞ്ചസ് ആണ് കേട്ടോ എടുക്കുന്നത്. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്കി വരുന്ന പോർഷൻ നമുക്ക് ഹെഡ് ബാൻഡിന് കൊടുക്കണം. ഇനി നമുക്ക് ബോട്ടം റൗണ്ട് 8 ഇഞ്ചസ് കൊടുക്കാം. ബാക്കി പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്യാം. ആ ഒരു ക്ലോസ് ആയ പോർഷനില്ലേ, അത് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ബാക്ക് പോർഷനാണ് നമ്മൾ എടുക്കുന്നത്. ബാക്ക് പോർഷൻ്റെ ഒരു സൈഡ് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സെയിം സൈസിലുള്ള 2 എണ്ണം ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് വേറെ മാറ്റിയെടുത്തത്. കട്ട് ചെയ്തത് വേറെ, സ്റ്റിച്ച് ചെയ്തത് വേറെ മാറ്റിയെടുത്തത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്ക് പോർഷൻ്റെ ഒരു സൈഡ് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് രണ്ടായിട്ട് ഫോൾഡ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫേസ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 10 ഇഞ്ചസ് ആണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. നമ്മൾ ഫ്രീ സൈസിന് 11 ഇഞ്ചസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ മീഡിയം സൈസിന് 10 ഇഞ്ചസ് മതിയാവും. ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് ടാക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് താഴേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രണ്ട് പീസ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഓക്കെ, അപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പോർഷനിൽ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത പോർഷൻ ഇതുപോലെ ഉള്ളിലാക്കിയതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഓവർലോക്ക് മെഷീൻ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ത്രെഡൊക്കെ ഇതുപോലെ ഇളകി കിടക്കൂലേ, അതൊരു വൃത്തികേടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതൊന്ന് ഉള്ളിലാക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സൈഡിലായാലും എവിടെയൊക്കെ ഇതുപോലെ ജോയിൻറ്റ് വരുന്നു അവിടെയെല്ലാം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 സ്ലീവും ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഈ ഒരു പോർഷൻ നമുക്ക് ഇതുപോലെ ഉള്ളിലാക്കി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി സ്ലീവിൻ്റെ ബോട്ടം പോർഷൻ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം 1/4 ഇഞ്ച് 4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് കേട്ടോ. ഇത് ഞാനൊരു 8 ഇഞ്ചസ് ലെങ്തിൽ 2 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കോർത്ത് കൊടുക്കാം. ഇലാസ്റ്റിക് കുറക്കുമ്പോൾ ഇതുപോലെ ഒരു സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കി പോർഷനും കൂടി ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ എൻഡ് മുതൽ താഴെ ബോട്ടം പോർഷൻ വരെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം സൈഡ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ സൈഡ് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഓവർലാക്കിന് പകരം നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യില്ലേ, അതുപോലെ നമുക്ക് ഇതിൻ്റെ ഈ സൈഡെല്ലാം ഉള്ളിലാക്കി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ബോട്ടം പോർഷനിൽ എത്തുമ്പോൾ ഇറങ്ങി കയറി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലെവലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ സൈഡ് ഇതുപോലെ ഉള്ളിലാക്കി മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ലെങ്ത് നമുക്ക് കുറച്ച് കൂട്ടിയിട്ട് ചെയ്യാം കേട്ടോ. ഞാനൊരു 4 ഇട്ടിട്ടാണ് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2.5 അല്ലാതെ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സ്പീഡായിട്ട് ചെയ്യാനായിട്ട് ഞാൻ സ്റ്റിച്ച് ലെങ്ത് ഒരു 4 കേട്ടോ. ഇനി നമുക്ക് സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ പോർഷൻ നമുക്കൊന്ന് പ്രസ്സിങ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു 1/2 ഇഞ്ചസിൽ ഇതുപോലെ ഈ ഒരു പോർഷനിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ്സിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സ്റ്റിച്ച് പുറത്ത് വന്നിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്കിതിൻ്റെ ബോട്ടം പോർഷൻ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഹെഡ് ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഹെഡ് ബാൻഡിന് വേണ്ടിയിട്ട് നമ്മൾ 2 പീസ് ഉണ്ടായിരുന്നു, അത് 2 കൂടി നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഹെഡ് ബാൻഡിൻ്റെ ലെങ്ത് വരുന്നത് 25 ഇഞ്ചസാണ്. ബാക്കി വരുന്ന പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഉള്ളിലേക്ക് നമ്മൾ നോർമലി ഫോൾഡ് ആക്കില്ലേ, അതുപോലെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ആക്കിയതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഹെഡ് ബാൻഡിന് ഇലാസ്റ്റിക് വെക്കാനായിട്ട് ഞാനിവിടെ 10 ഇഞ്ചസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫ്രീ സൈസിനാണെങ്കിൽ 12 ഇഞ്ചസാണ് എടുക്കുന്നത്. ഇതിനൊരു
10.5 ഇഞ്ചസ് അലവൻസും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ, നമ്മൾ രണ്ട് സൈഡിൽ അലവൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം 10.5 ഇഞ്ചസ് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇലാസ്റ്റിക് കോർത്തതിന് ശേഷം ഒരു 1/2 ഇഞ്ച് ഇതുപോലെ പുറത്തേക്ക് നമ്മുടെ ഈ ഒരു ഹെഡ് ബാൻഡിനെ വലിച്ചിട്ട്, ഇലാസ്റ്റിക്കിൻ്റെ പുറത്തേക്ക് വലിച്ചിട്ട് നമുക്കിത് മടക്കി പുറകിലേക്ക് മടക്കി വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഹെഡ് ബാൻഡിലെ പൊസിഷനിലേക്ക് ഇതുപോലെ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് 4.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഈ രണ്ട് പോർഷനിലേക്കും ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.